നമസ്കാരം. ഒമാനിൽ താപനില കുതിച്ചുയരുന്നത് തുടരുകയും 50 ഡിഗ്രി സെൽഷ്യസിന് അടുത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ രാജ്യത്തെ സ്കൂളുകളിൽ 5 മുതൽ 12 വരെ ഗ്രേഡുകളിലേക്കുള്ള പരീക്ഷകളുടെ സമയം നേരത്തെയാക്കിയേക്കും. ഈ ഒരു ആവശ്യം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കിടയിലും ശക്തമായതോടെയാണ് അടുത്ത അധ്യയന വർഷം മുതൽ ഇക്കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള സാധ്യതകൾ തേടിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ കുട്ടികൾക്ക് സാധിക്കുന്നില്ല എന്നാണ് രക്ഷിതാക്കളും അധ്യാപകരും മുന്നോട്ട് വയ്ക്കുന്ന പൊതുവായ അഭിപ്രായം. ഇതുമായി ബന്ധപ്പെട്ട മസ്കറ്റ് ഡെയിലി നടത്തിയ അഭിപ്രായ ശേഖരണത്തിലാണ് അധ്യാപകരും രക്ഷിതാക്കളും അവരുടെ ആശങ്കയും ആവശ്യവും പങ്കുവച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പ്രകടനത്തെ ഈ കൊടും ചൂടിലുള്ള പരീക്ഷ സാരമായി ബാധിക്കുമെന്നാണ് അധ്യാപകർ പറയുന്നത്. പരീക്ഷാ സീസണിലെ ഈ കടുത്ത ചൂട് വിദ്യാർത്ഥികളിലെ സമ്മർദ്ദവും ക്ഷീണവും വർദ്ധിപ്പിക്കുകയും അവർക്ക് പഠനത്തിലും പരീക്ഷയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നതായി അധ്യാപകർ പറയുന്നുണ്ട്. പരീക്ഷാ സമയത്ത് കുട്ടികളുടെ ഏകാഗ്രതയും ആരോഗ്യത്തെയും ചൂട് പ്രതികൂലമായി ബാധിക്കുന്നതായി രക്ഷിതാക്കളും പറയുന്നുണ്ട്. വർഷത്തിലെ ഏറ്റവും ചൂടേറിയ സമയത്ത് പ്രത്യേകിച്ച് ഒരു ദിവസം ഒന്നിലധികം പരീക്ഷകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് കുട്ടികൾക്ക് താങ്ങാനാകുന്നതിനും അപ്പുറമാണ്. ചൂട് ശക്തിയാർജിക്കുന്നതിന് മുൻപ് തന്നെ പരീക്ഷ അവസാനിപ്പിച്ചാൽ നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനും മികച്ച രീതിയിൽ പരീക്ഷ എഴുതാനും കുട്ടികൾക്ക് സാധിക്കുമെന്നും അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ പറയുന്നുണ്ട്. മെയ് മാസത്തിൽ തന്നെ പരീക്ഷകൾ തീർക്കുകയും സ്കൂളുകൾ നേരത്തെ അടയ്ക്കുകയും ചെയ്താൽ കൊടും ചൂടിൽ സ്കൂളിൽ വരുന്നതും പരീക്ഷ എഴുതുന്നതും ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് മുതിർന്ന അധ്യാപകരുടെ അഭിപ്രായം. പകരം കുട്ടികൾക്ക് പഠന സമയം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ ഓഗസ്റ്റ് പകുതി മുതൽ അധ്യയന വർഷം ആരംഭിക്കുന്നതായിരിക്കും നല്ലതെന്നും നിർദ്ദേശങ്ങളുണ്ട്. ചൂടേറിയ സമയത്ത് നേരിട്ടുള്ള ക്ലാസുകൾ ഒഴിവാക്കി പകരം ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറാവുന്നത് അത്യാവശ്യമാണെന്നും പറയപ്പെടുന്നുണ്ട്. അടുത്ത അധ്യയന വർഷം മുതൽ ഈ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് അധികൃതർ തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും രക്ഷിതാക്കളും അവരോടൊപ്പം വിദ്യാർത്ഥികളും.